ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇനി അവശേഷിക്കുന്നത് വെറും 3 മാസം മാത്രമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ബീഹാർ ബൂത്തിലേക്ക് പോകും. തിരഞ്ഞെടുപ്പ് തീയതി അടുക്കും തോറും ബീഹാറിലെ NDAയ്ക്കുള്ളിൽ പടലപ്പിണക്കങ്ങളും തലപൊക്കുന്നുണ്ട്. സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുകയാണ് NDAയിൽ. നിലവിൽ മുഖ്യമന്ത്രി കസേരയിൽ നിതീഷ് കുമാറിന്റെ തലയിലാണെങ്കിലും മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി വാരിക്കോരി സീറ്റ് നൽകാൻ സാധിക്കില്ല എന്ന് BJP JDUവിനെ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ വെറും 43 സീറ്റാണ് JDUവിന് നിയമസഭയിലുള്ളത്. 28 സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ടാണ് JDU 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫിനിഷ് ചെയ്തത്. BJP ആകട്ടെ 21 സീറ്റ് അധികമായി പിടിച്ച് MLAമാരുടെ എണ്ണം 74 എത്തിച്ചു. ഈ മേൽക്കൈ കൊണ്ട് തന്നെ BJP പറയുന്നിടത്ത് ബീഹാറിൽ JDU നിൽക്കുന്നുണ്ട്. 115 സീറ്റിലാണ് 2020 JDU മത്സരിച്ചത്. ജയിച്ചത് വെറും 43 സീറ്റിലാണെങ്കിൽ 110 സീറ്റിൽ മത്സരിച്ച BJP 74ലും വിജയിച്ചു. ഇതോടെ ഇക്കുറി കഴിഞ്ഞ തവണ JDU കൈവശം വെച്ചിരിക്കുന്ന ഏകദേശം 40 സീറ്റുകൾ കൂടി BJPയിലേക്ക് വിട്ടു നൽകണം എന്നാണ് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. 75 സീറ്റുകൾ വിട്ടു നൽകാമെന്നും BJP അറിയിച്ചതോടെ JDUവിന് അപകടം മനസ്സിലായിരിക്കുകയാണ്. 70 സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നത് ഏകദേശം 25നും 30നും ഇടയിൽ സീറ്റുകളാണ്. 130 സീറ്റുകളിൽ മത്സരിക്കുന്ന BJP ഏറ്റവും കുറഞ്ഞത് 90 മുതൽ 100 സീറ്റുകൾ വരെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിതീഷ് കുമാറിനെ മൂലയ്ക്ക് ഇരുത്തുവാനുള്ള നടപടികൾ BJP തുടങ്ങിക്കഴിഞ്ഞു എന്ന് ചുരുക്കം. BJP ഓവർടേക്ക് ചെയ്യാനുള്ള നീക്കം സ്വമേധയാ നിതീഷ് കുമാർ തന്നെ ബീഹാറിൽ തുടങ്ങിയിട്ടുമുണ്ട്. ഹിന്ദു മതവിശ്വാസ പ്രകാരം സീതാദേവിയുടെ ജന്മസ്ഥലമെന്ന് കരുതപ്പെടുന്ന സീതാമാണ്ഡിയിലെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിനായി കോടികൾ മുടക്കാനൊരുങ്ങുകയാണ് നിതീഷ് കുമാർ. പുനരുദ്ധാം ജാനകി മന്ദിറിന്റെ വികസനത്തിനാണ് സർക്കാർ 882 കോടിയിലധികം രൂപ ചെലവാക്കുന്നത്.